ഹലോ മൈ ഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDCയുടെ കണക്റ്റഡ് പോയിന്റ്സിൻ്റെ അടുത്ത ഒരു പാർട്ടാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് G എന്ന് പറഞ്ഞത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുണ്ട്. സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇക്വേഷൻ mgh ആണ്. ഇവിടെ ഹൈറ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട് 1 മീറ്റർ ആയിട്ട്. 0.2 കിലോഗ്രാം ആണ് മാസായിട്ട് തന്നിരിക്കുന്നത്. ജിയും തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് കയറി അപ്ലൈ അങ്ങ് ചെയ്തേച്ചാൽ മതി. ഓൾറെഡി ഈ ഒരു ചോദ്യം നമ്മൾ എക്സാമിന് മുമ്പ് യൂട്യൂബ് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ നോക്കാം. M is equal to 200 ഗ്രാം എന്നിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിനെ നമുക്ക് 0.2 കിലോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ജി ഇവിടെ ഉണ്ട്. ഇത് അപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2J എന്നിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി എന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്ഥിതികോർജ്ജമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഗതികോർജ്ജം കൂടെ പഠിച്ചു വെച്ചിരിക്കണം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1500 കിലോഗ്രാം മാസാണ് പറഞ്ഞിരിക്കുന്നത്. കാറ് 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തോടു കൂടിയിട്ട്, അപ്പോൾ V ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. V is equal to 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗതികോർജ്ജം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ കൈനറ്റിക് എനർജി K എന്ന് പറഞ്ഞിരിക്കുന്നത് ½ mv² എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ബാക്കിയുള്ളതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 12 × m1500 × 20യുടെ സ്ക്വയർ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 300 കിലോ ജൂളായിട്ട് ഇവിടെ ആൻസർ വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ജൂൾ ആണോ കിലോ ജൂൾ ആണോ എന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന വാല്യൂ ജൂളിനകത്തായിരിക്കും. ഈ പറഞ്ഞ ½ mv² ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂളിലായിരിക്കും. അതിനെ നമ്മൾ കിലോ ജൂളിലേക്ക് അങ്ങ് കൺവേർട്ട് ചെയ്യണം. ഓപ്ഷൻ അനുസരിച്ചിട്ട് വേണം അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും മാത്രം അവിടെ ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ½ mv² അപ്ലൈ ചെയ്യുക. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിലോഗ്രാം മാസാണ്, മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് കിലോഗ്രാമിലാണ്, മീറ്റർ പെർ സെക്കൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം കൂടെ കിട്ടുന്ന ലാസ്റ്റ് ഔട്ട്പുട്ട് വിൽ ബി ജൂളിലായിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് ജൂളാണോ കിലോ ജൂളാണോ എന്നത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് എഴുതാം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ 2 മാസ് പറഞ്ഞിട്ടുണ്ട്. 70 കിലോഗ്രാം മാസുള്ള ഒരു ആൾ 80 കിലോഗ്രാം മാസുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂട്ടറിന് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗമുണ്ട് എങ്കിൽ ആകെ ഗതികോർജ്ജം എത്രയാണ്? അപ്പം മാസ് നമ്മൾ പറയുമ്പം രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടിയെടുക്കണം. 70 + 80. അപ്പോൾ 2 വസ്തുക്കൾ തമ്മിലായിട്ട് പറയുന്ന സമയത്ത് സ്കൂട്ടറും ആ വ്യക്തിയുടെയും മാസ് ഒന്നിച്ച് ആഡ് ചെയ്യണം. 180 ആക്കി. ഇനി V എന്ന് പറഞ്ഞിരിക്കുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി മുമ്പേ പറഞ്ഞതുപോലെ ½ mv² നമ്മൾ അപ്ലൈ ചെയ്തു. അതിനുശേഷം കിട്ടുന്ന വാല്യൂ എങ്ങനെയായിരിക്കും? ജൂളിലായിരിക്കും കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഓപ്ഷനകത്ത് കിലോ ജൂളാണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് 7.5 എന്നിട്ടുള്ള രീതിയിൽ കിലോ ജൂളായിട്ട് കൺവേർട്ട് ചെയ്തേച്ചാൽ മതി. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 2 രീതിയിൽ മാസം വെച്ച് പറയുന്ന സമയത്ത് 2 മാസം കൂടെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ ജൂളിലായിരിക്കും. അതിനെ ഓപ്ഷൻ അനുസരിച്ച് കിലോ ജൂളാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാവൂ. ഓക്കെ, അടുത്ത ഒരു പാറ്റേൺ ചോദ്യം നോക്കാം. 100 ഗ്രാം മാസുള്ള ഒരു പുസ്തകം. അപ്പോൾ ആ 100 ഗ്രാമിനെ നമ്മൾ ഉറപ്പായിട്ടും ഡയറക്റ്റ് 100 എന്ന് വെച്ചിട്ട് ചെയ്യരുത്. കിലോഗ്രാമിലേക്ക് ഉടനെ തന്നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.1 കിലോഗ്രാം ആണ്. തറയിൽ നിന്നും 1 മീറ്റർ ആണ്. ഹൈറ്റ് 1 മീറ്റർ ആണ്. G ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രയോഗിക്കുന്ന ബലം ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്നുകിൽ നമ്മൾക്ക് എന്ത് പറയാവുന്നതാണ്? അതിൻ്റെ സ്ഥിതികോർജ്ജം പറയാം. അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും W = mgh ആണ്. മനസ്സിലായോ? അതായത് ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കാൻ പറയുമ്പോൾ W = mgh എന്ന് പറയും. ഈ ഇക്വേഷൻ തന്നെ നമ്മൾ എവിടെ പറയും? സ്ഥിതികോർജ്ജത്തിന് അതും പറയും. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. സ്ഥിതികോർജ്ജം എന്ന് ചോദിച്ചാലും ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഒരു ഹൈറ്റ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എത്ര മാസം എന്ന് തരുന്നുണ്ട്. അതുപോലെ തന്നെ ജിയും തരുന്നുണ്ട് എങ്കിൽ ആൻസർ എന്താണ്? W കണ്ടുപിടിക്കുന്നത് mgh വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് 0.1 × 10 × 1. അപ്പോൾ അവിടെ നമുക്ക് ആൻസർ എത്ര കിട്ടും? ആ ഒരു വാല്യൂ ജൂളായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ജൂൾ എന്നിട്ടുള്ളത് കിട്ടും. ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 100 ഗ്രാം മാസ്, ആ 100 ഗ്രാം മാസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കൃത്യമായിട്ട് അതിൻ്റെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0.1 kg ആണ്. ബാലൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. വളരെ ഈസിയാണ്. പക്ഷേ ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടേതും
ഡബ്ല്യുവിൻ്റെതും ഇവിടെ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു 3 മോഡൽസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. കൈനറ്റിക് എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ളതും പൊട്ടൻഷ്യൽ എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിനെതിരെ പ്രയോഗിക്കുന്ന ബലം ചെയ്യുമ്പോൾ W=mgh ആണ്. അതും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ 2 മാസമുള്ള മുമ്പേ കൈനറ്റിക് എനർജി ചെയ്ത് കണ്ടിട്ടില്ലേ, അതും കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ റീപ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൃത്യമായിട്ട് ഈ ഒരു പാറ്റേണിലുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക്